INTUC സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കരുണാകര മന്ദിരം 8.5 കോടി രൂപ പിരിച്ച് 1 കോടി ചില്ലറ പൈസയ്ക്ക് വാങ്ങിച്ചതാണ്. 40 ലക്ഷം രൂപ മാത്രമേ ഡോക്യുമെന്റിലുള്ളൂ. രണ്ടാമത്തെ പ്രശ്നം, ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഞങ്ങളൊരു ജാഥയും പ്രകടനവും സമരവും നടത്തി. അതിൽ വാഹനത്തിൽ സഞ്ചരിച്ച ഒരു യുവ സുഹൃത്ത് ഡോറ് തുറന്ന് വെളിയിൽ വീണ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ സഹായിക്കാനും വേണ്ടി 35 ലക്ഷം രൂപ ഫണ്ട് പിരിക്കണമെന്ന് അന്ന് തീരുമാനിച്ചു INTUC. ആ 35 ലക്ഷം രൂപ പിരിച്ചെടുക്കുകയും അതിൽ കൂടുതൽ പൈസയും പിരിച്ചു കിട്ടി. ഒരാൾ നടു റോഡിൽ വീണ് മരിച്ച സംഭവമായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പണമെല്ലാം പിരിച്ചു കിട്ടി. പക്ഷേ ഒറ്റ പൈസ ആ കുടുംബത്തിന് ഇതുവരെ കൊടുത്തിട്ടില്ല. ആ പണം പിരിവിൻ്റെയും കമ്മിറ്റിയുടെയും ഒക്കെ ചെയർമാൻ VR പ്രതാപൻ എന്ന് പറയുന്ന INTUCയുടെ മുൻ ജില്ലാ പ്രസിഡന്റാണ്. സ്റ്റേറ്റ് കമ്മിറ്റി വാങ്ങിച്ചതും വിറ്റതിൻ്റെ എല്ലാം പ്രധാന ഉത്തരവാദി INTUCയുടെ മുൻ പ്രസിഡന്റ് R ചന്ദ്രശേഖരന് ഉള്ളതാണ്. ഇത് രണ്ടും പൊതുജന മധ്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ഈ കോൺഫറൻസ് നടത്തിയത്. INTUCയുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് സമിതി 400ഓളം യൂണിയനുകളുടെ അഫിലിയേറ്റഡ് യൂണിയനുകളുടെ ഒരു ഫോറമാണ്. ആ യൂണിയനുകളുടെ സമിതി പുതിയ ചില ഡിമാൻഡുകൾ വെച്ചിട്ടൊരു സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. 8.62 ലക്ഷം രൂപയ്ക്കാണ് 62 ലക്ഷം രൂപയാണ് ഈ ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടി പിരിച്ചിട്ടുള്ളത്. ഈ 8.62 ലക്ഷം രൂപ പിരിച്ചു എന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് കൊടുത്ത ഒരു കത്തിനകത്ത് കൃത്യമായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നാളിതുവരെയായി ഈ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. ബിൽഡിംഗ് ഫണ്ട് സംബന്ധിച്ച് കണക്കേ അവതരിപ്പിച്ചിട്ടില്ല. പ്രമാണത്തിൽ 40 ലക്ഷം രൂപ വെച്ച് പ്രമാണം 30+10 30 ലക്ഷം രൂപ വസ്തുവിനും 10 ലക്ഷം രൂപ ഒരു ബിൽഡിംഗ് സ്കെൽട്ടനും ഉണ്ടായിരുന്നു. അതിനകത്ത് 2-3 നിലയുണ്ട്. ഇത് 40 ലക്ഷം രൂപയ്ക്കാണ് മുട്ടത്തറ വില്ലേജിലാണ് രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ചതിന് ശേഷം അതിനുവേണ്ടി കുറേ പൈസ അത് റെനോവേറ്റ് ചെയ്യുന്നതിന് ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടി കുറേ പണം കൂടി ചിലവാക്കിയാണ് അത് കംപ്ലീറ്റ് ചെയ്ത് INTUC അഖിലേന്ത്യാ പ്രസിഡന്റ് സജീവ് റെഡ്ഡി തന്നെ വന്ന് രാഹുൽ ഗാന്ധി വരുമെന്ന് പറഞ്ഞ് 2 പ്രാവശ്യം പ്രചരണം നടത്തി ഫണ്ട് പിരിവ് നടത്തിയെങ്കിലും അവസാനം രാഹുൽ ഗാന്ധിക്ക് പകരം ഡോക്ടർ സജീവ് റെഡ്ഡി തന്നെ വന്ന് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യുന്നത് AK ആന്റണി സാറിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ നോക്കി. സാറ് കെട്ടിടത്തിന് കുഴപ്പമുണ്ടെന്ന് സാറിനൊരു മെസ്സേജ് കിട്ടിയതുകൊണ്ട് സാർ അത് ഉദ്ഘാടനം ചെയ്യാതെ സജീവ് റെഡ്ഡി സീനിയർ അല്ലേ ഉദ്ഘാടനം ചെയ്തത് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി സജീവ് റെഡ്ഡി കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച കെട്ടിടമാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. നിലവിലുള്ള കമ്മിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് താൽക്കാലിക കമ്മിറ്റിയാണ്. താൽക്കാലിക കമ്മിറ്റി എങ്ങനെ തുടരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ INTUCയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കുന്നത് വരെ നിലവിലുള്ള കമ്മിറ്റിക്ക് തുടരാം എന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഒരു വകുപ്പ് അനുസരിച്ചാണ് ഇപ്പോഴത്തെ അവർ പ്രസിഡന്റ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. താൽക്കാലികമായിട്ടുള്ള പ്രസിഡന്റ് കമ്മിറ്റികളാണ് നിലവിലുള്ളത് മുഴുവൻ. 2025 ജനുവരി മാസം 22-ാം തീയതി ഇവരുടെ കാലാവധി തീർന്നതാണ്. ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തന്നെ എറണാകുളം മുനിസിപ്പൽ കോടതി പ്രസിഡന്റായി അനൗൺസ് ചെയ്ത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഇതേ താൽക്കാലിക കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഹൈക്കോടതി മുമ്പിലുള്ള പ്രയർ എന്ന് പറയുന്നത് ഒന്നുകിൽ അതും കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ നിലവിലുള്ള ഈ കമ്മിറ്റിയെ പിരിച്ചുവിട്ടിട്ട് അഡ്ഹോക് കമ്മിറ്റി വെക്കുകയോ അല്ലെങ്കിൽ കോടതി നിരീക്ഷണത്തിലെ തെരഞ്ഞെടുപ്പ് നടത്താൻ പാടുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഡിമാൻഡ്. കാരണം സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കണം. അതിനുവേണ്ടിയിട്ട് ആ ഡിമാൻഡ് ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ താൽക്കാലിക കമ്മിറ്റി ഈ കെട്ടിടം വിൽക്കാൻ തീരുമാനമെടുത്തത്. ഞങ്ങൾ അറിയുന്നത് കച്ചവടം ആയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കാരണം അത് വലിയ തുകയ്ക്ക് കേരളത്തിലെ വലിയൊരു വൻ വ്യവസായി, വിദേശ വ്യവസായി ആ സാധനം അവർ ലൈസൻസ് ഓഫീസായിട്ട് വാങ്ങിച്ചതാണ് ഞങ്ങൾ കേൾക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ അറിയാത്തതുകൊണ്ടും അതിന് നമ്മുടെ ഡോക്യുമെന്റിൽ എവിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പറയാത്തത്. അദ്ദേഹത്തിന് അത് വിറ്റിട്ട്
ഈ കാണുന്ന ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഈ 1.60 പകരം 2 കൊല്ലം കാണിച്ചത് കൊടുത്തിട്ട് ബാക്കി പൈസ വാങ്ങിച്ചിട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒരു കാരണവശാലും നിയമാനുസൃതമായി അവർക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു താൽക്കാലിക കമ്മിറ്റി ആയതുകൊണ്ട് ഒരു കെയർ ടേക്കർ എന്ന നിലയിൽ അവർക്ക് ഇത് വിൽക്കുന്നതിനുള്ള അധികാരമില്ല. അതിന് ചെയ്തതെന്ന് പറയുന്നത് ഇലക്റ്റഡ് ആയിട്ടുള്ള പ്രസിഡന്റുമാരെ വെച്ചിട്ട് സബ് കമ്മിറ്റി ഉണ്ടാക്കി. ഏറ്റവും വലിയ രസം, ഈ രണ്ടാമത് പണം പിരിച്ച് ഈ പറയുന്ന അജയൻ ഫണ്ട് പിരിച്ച് VR പ്രതാപൻ തന്നെയാണ് ഇതിന്റെ ഈ വസ്തു വിൽപ്പന കമ്മിറ്റിയുടെ ചെയർമാൻ. അതാണ് ഏറ്റവും വലിയ രസം. 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ ഒരു കാരണവശാലും അത് നിയമവിരുദ്ധമാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ കോടതിയിൽ പോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൊഴിലാളികളുടെ ഈ കെട്ടിട ഫണ്ടിനെ സംബന്ധിച്ച് വേറെ പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ പോലും പുറത്തുനിന്ന് വിളിച്ചിട്ടില്ല. ആടെ നിന്ന് 1 രൂപ പോലും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല. എല്ലാ തൊഴിലാളികളും ഇതിന്റെ ലീഡർഷിപ്പിൽ ഇരിക്കുന്നവരിൽ നിന്ന് കളക്ട് ചെയ്ത പൈസയാണ്. പിന്നെ അസംഘടിത മേഖലാ തൊഴിലാളികളിൽ നിന്ന് 50 രൂപയും സംഘടിത മേഖലാ തൊഴിലാളികളിൽ നിന്ന് 100 രൂപയും വെച്ച് കളക്ട് ചെയ്ത പൈസയാണ് 8,62,00,000 രൂപ. അത് വെച്ചിട്ടാണ് കെട്ടിടം മാറ്റി. പുറത്തുനിന്ന് 1 രൂപ പോലും ഇതിന് കളക്ഷൻ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ കെട്ടിടം അനധികൃതമായി നിർമ്മിക്കുകയാണ് ചെയ്തത്. രണ്ടാമത് അതിന് ഓംബുഡ്സ്മാൻ പൊളിച്ചു മാറ്റാൻ പറഞ്ഞ് പൊളിച്ചു മാറ്റി. ഇപ്പം അത് പൊളിച്ചു മാറ്റിയാൽ കരുണാകരൻ വന്നിരുത്തി കരുണാകരൻ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ പൊളിച്ചു മാറ്റിയ അവസ്ഥയിലാണ് ആ കെട്ടിടം അവിടെ നിലകൊള്ളുന്നത്. ഇപ്പം നമ്മൾ ഈ നടത്തുന്ന സമരം പൊളിക്കാനായിട്ട് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഈ കെട്ടിടം അവർ തന്നെ അടിച്ചു തകർത്തിട്ട് ഈ പ്രതികരിക്കുന്ന തൊഴിലാളികളാണ് ഇത് അടിച്ചു തകർത്തെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടി എൻ്റെ ഭാഗത്തുണ്ട്. ഞങ്ങൾ അത് സംബന്ധിച്ച് ഞങ്ങൾ ഇവിടുത്തെ IG-ക്കും സിറ്റി കമ്മീഷണർക്കും ഞങ്ങൾ അതനുസരിച്ച് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ശ്രമം നടക്കാൻ പോകുന്നു ഞങ്ങൾ ഔദ്യോഗികമായി തന്നെ ഞങ്ങൾ രേഖാമൂലം ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പം ഇതുപോലുള്ള നാടകങ്ങളും ഇതിനേക്കാൾ വരെ നിങ്ങൾ ദിവസം എഴുതിക്കൊണ്ടിരിക്കുന്ന കശുവണ്ടി അഴിമതി കേസ് പോലുള്ള കേസുകൾ പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ടത് ദിവസം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിന് 18-ാം തീയതിക്ക് മുമ്പ് വിധി പറയണം എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ബദറുദ്ദീൻ സാറിന്റെ ബെഞ്ച് പറഞ്ഞിരിക്കുക. 18-ാം തീയതിക്ക് മുമ്പ് തീരുമാനം എടുക്കണമെന്ന്. അത് എന്തായാലും ഇല്ലെങ്കിൽ അതിനകത്ത് നടപടി ഉണ്ടാകുന്ന കാര്യത്തിൽ ഉറപ്പാണ്. നടപടി പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് നടപ്പിലാക്കാത്തതിന്റെ പേരിലുള്ള നടപടി എന്തായാലും 18-ാം തീയതിക്ക് ഓൺ ഓർ ബിഫോർ 18 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മെയ് മാസം. അപ്പോൾ അതെന്തായാലും നടപടി ഉണ്ടാകും. ഇതെല്ലാം മുന്നിൽ കണ്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് വിറ്റുകൊണ്ടൊക്കെ പോകാമെന്നുള്ളൊരു ധാരണയിലാണ് നടത്തിയത്. അതൊരു കാരണവശാലും മൊത്തം അഫിലിയേറ്റ് ചെയ്ത 650 സംഘടനകളുണ്ട്. അതിൽ 400 സംഘടനകൾ ഞങ്ങളുടെ ഈ സമിതിയിൽ അംഗങ്ങളാണ്. 400 സംഘടനയിലെ തൊഴിലാളികളാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത്. തൊഴിലാളികളും അതിന് നേതൃത്വം നൽകുന്ന ലീഡർഷിപ്പുള്ളവരുമാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത്. 29-ാം തീയതി രാവിലെ 10 മണിക്ക് ഞങ്ങൾ SM ബ്ലോക്കിൻ്റെ അവിടുത്തെ പൂന്തുറ അവിടുന്ന് INTC ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. രണ്ടാമത്തെ വിഷയം ഈ പണപ്പിരിവ് സംബന്ധിച്ചാണ്. 35 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി പിരിച്ചത്. പിരിവിൻ്റെ ഉദ്ഘാടനം നടത്തിയത് തന്നെ 2017 ഒക്ടോബർ മാസം മട്ടപ്പാറ മണ്ഡലം കമ്മിറ്റി 25,000 രൂപ അവരുടെ ഫണ്ട് ആദ്യമായി നൽകിക്കൊണ്ട് R ചന്ദ്രശേഖരനാണ് ആ ഫണ്ട് സ്വീകരിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നടത്തിയത്. ഇതിനകത്ത് വേറൊരാൾ കൂടി ഉണ്ട്. പക്ഷേ ആളിൻ്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ പോലും അന്നത്തെ INTCയുടെ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ പാലോട് രവിയും ഇതിനകത്ത് പല മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും 25,000 രൂപ അവർ വാങ്ങിക്കാൻ മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ ഫണ്ട് അവർ കൊടുക്കുമ്പോൾ അത് സ്വാഭാവികമായി അഖിലേന്ത്യാ ഭാരവാഹിക നിലയിൽ അദ്ദേഹം റിസീവ് ചെയ്യും, ഈ കമ്മിറ്റി ഏൽപ്പിക്കും. അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് 35 ലക്ഷം രൂപ പിരിച്ചത്. 35 പൈസ അന്ന് ആ സർക്കുലർ എഴുതിയ കണ്ടാൽ നമ്മൾ തന്നെ കരയും. സർക്കുലർ നമ്മളെടുത്തുണ്ട്. അവർ അടുത്ത എന്തെങ്കിലും പറയുന്ന സമയത്ത് പുറത്തു വിടാമെന്ന് പറഞ്ഞായിരിക്കുന്നത്. അവർക്ക് 3ഉം 5ഉം പ്രായമുള്ള 2 പെൺകുട്ടികളാണ്. വായിച്ചാൽ തന്നെ നമ്മൾ കരഞ്ഞു പോകും ആ സർക്കുലർ. അങ്ങനെയാണ് ഈ 35 ലക്ഷം രൂപ പിരിച്ചെടുത്തത്. പിരിച്ചെടുത്തതിന് ശേഷമാണ് 8 വർഷം പിന്നിടുകയാണ് പൈസ പിരിച്ചിട്ട്. 35 പൈസ അവർ കൊടുത്തിട്ടില്ല. അതേസമയം മരിച്ചുപോയ KPCC മെമ്പറായ HB ഷാജി അവരുടെ പാർട്ടിക്കാരിൽ നിന്നും ഇതേ ഒരു സബ് കോൺട്രാക്ടർ കൂടെയായിരുന്നു ഈ പയ്യൻ. ആ പയ്യന്റെ കെയർ ഓഫിൽ അവരുടെ ആൾക്കാരെല്ലാം പിരിച്ച് 5 ലക്ഷം രൂപ അവർ രമേശ് ചെന്നിത്തലയെ വെച്ച് അവർ കൊടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന 35 ലക്ഷം രൂപ വെച്ച് 35 പൈസ പോലും നാളിതുവരെയായി കൊടുത്തിട്ടില്ല. അതും അതിൻ്റെ പണപ്പിരിവിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് VR പ്രതാപനാണ്. അപ്പം കെട്ടിടം വിൽക്കാൻ പ്രതാപനെയാണ് അധ്യക്ഷനെ ഏൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫണ്ട് വിരിച്ച് കൈവച്ചിരിക്കുന്ന പണവും പ്രതാപനും അദ്ദേഹം കൂടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ ശക്തമായ തൊഴിലാളി പ്രക്ഷോഭം നടത്താനാണ് തീരുമാനം. തൊഴിലാളികൾ മാത്രമായിരിക്കും, അല്ലാതെ മുഴുവൻ നേതാക്കന്മാരും ആരൊക്കെ പങ്കെടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു പ്രസക്തിയില്ല. തൊഴിലാളികളായിരിക്കും ആ മാർച്ചിൽ പങ്കെടുക്കുന്നത്. കാരണം അവരുടെ വിയർപ്പിന്റെ വിലയാണ് ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടുള്ളത്. ഓരോ തൊഴിലാളിയും അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന ഓരോ തൊഴിലാളിയും 50 രൂപ വെച്ചും സംഘടിത മേഖലയുള്ള ഒരു 100 രൂപ വെച്ച് കൊടുത്തവരാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എല്ലാ തൊഴിലാളികളും ഇതിനകത്ത് പങ്കെടുക്കും. ട്രാൻസ്പോർട്ട് ചന്ദ്രശേഖരൻ്റെ കൂടെയല്ല, ഇത് KSEB അദ്ദേഹത്തിൻ്റെ കൂടെയല്ല, വാട്ടർ അതോറിറ്റി അദ്ദേഹത്തിൻ്റെ കൂടെയല്ല, പിന്നെ ഷിപ്പ്യാർഡ് അവിടുത്തെ തൊഴിലാളികൾ അടക്കമാണ് കാര്യം. അതുപോലെ തന്നെ ഈ 574 കോടി രൂപ വെട്ടിച്ചെന്ന് CBI കണ്ടെത്തിയ കേസിനകത്ത് കൊല്ലത്തുനിന്ന് കശുവണ്ടി തൊഴിലാളികളെയും ഏറ്റവും വനിതകളായ കശുവണ്ടി തൊഴിലാളികളൊക്കെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തൊഴിലാളികളെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് ഇത് പൊതുജന മധ്യത്തിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു മാർച്ച് നടത്തുന്നത്. അതിന് വേണ്ടിയിട്ട് ഉള്ള മാധ്യമങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് അന്നത്തെ ദിവസം അവിടെ വരികയാണെങ്കിൽ ഈ കെട്ടിടത്തിന് കരുണാകരൻ മന്ദിരത്തിൻ്റെ കരുണാകരൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് തന്നെ നേരിട്ട് കണ്ട് അത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണത്. അത് പൊളിക്കുന്നതിന്
15 ലക്ഷം രൂപ കളക്ട് ചെയ്തവരാണ്. പൊളിക്കുന്നതിന് സാധാരണ കെട്ടിടം വെക്കുന്നതിനോ സ്ഥലം വാങ്ങിക്കുന്നതിനോ ഒക്കെ ഫണ്ട് പിരിക്കാറുണ്ട്. പൊളിക്കാൻ ഫണ്ട് പിരിച്ച കമ്മിറ്റിയാണ് നിലവിലുള്ള താൽക്കാലിക നേതൃത്വത്തിലുള്ള കമ്മിറ്റി. 15 ലക്ഷം രൂപ പിരിച്ച് പൊളിക്കാൻ. എന്നിട്ടും അതിന് പണി കംപ്ലീറ്റ് ചെയ്യാതെ അവിടെ കരുണാകരൻ്റെ പ്രതിമയൊക്കെ ഇളക്കി പൊളിക്കാത്ത കൊണ്ട് ഇട്ടിരിക്കുകയാണ്. മാസങ്ങളായി കിടക്കുകയാണ്. അപ്പോഴാണ് ഇത് വിറ്റുകൊണ്ട് പോകാൻ. വിൽക്കുന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. സാധാരണ ഇപ്പം അതിനകത്ത് വിൽക്കുന്നതിന് എഴുതിയ സർക്കുലറിനകത്ത് ക്ലാസിക്കലായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇവർ ക്ലാസിക്കലായിട്ടൊന്നും പറയണ്ട. സദേന എടുക്കാൻ പറ്റുന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന് മുട്ടത്തറ വില്ലേജിൽ ഈ ലാൻഡിംഗ് ഏരിയയിൽ പെടുന്ന മുഴുവൻ സ്ഥലത്തുള്ള തടസ്സങ്ങൾ നീക്കാനായിട്ട് സദേന പിന്നെ മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് 2 ഫ്ലോറും പൊളിക്കേണ്ടി വരും. ഇപ്പം അതീതമായി നിർമ്മിച്ചിരിക്കുന്ന 2 ഫ്ലോറും പൊളിച്ചു കളയേണ്ട ഉത്തരവായി. 19 കെട്ടിടങ്ങൾ പൊളിക്കാനും 520 തടസ്സങ്ങൾ നീക്കാൻ മരങ്ങളടക്കമുള്ളത് മുറിച്ചു മാറ്റി ലാൻഡിംഗ് സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. 29-ാം തീയതി രാവിലെ 10 മണിക്ക് പൂന്തറ SM ബ്ലോക്കിന് മുന്നിൽ നിന്ന് നമ്മളുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ INTUC ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും അവിടെ പ്രതിഷേധ യോഗം നടത്തുകയാണ്. ഇവിടെ പറഞ്ഞു 8 കോടിയോളം രൂപ പിരിച്ച് 60 ലക്ഷത്തിൽ താഴെ രൂപയ്ക്ക് ആ സ്ട്രക്ചർ വാങ്ങിക്കുകയും കുറച്ച് പണം മുടക്കി അത് പൂർത്തീകരിക്കുകയും ചെയ്ത ആ കെട്ടിടം പ്രമാണത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ 60 ലക്ഷം കാണിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഏകദേശം 1 കോടി രൂപയ്ക്ക് വിറ്റുപോയാലും ഏകദേശം തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ പണമായി പറ്റിയ 7ഓളം കോടി രൂപ ഇന്ന് പ്രസിഡന്റായി അവരോധിച്ചിരിക്കുന്ന ആള് കൈവശം വെച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതുപോലെ തന്നെയാണ് മരണപ്പെട്ട തൊഴിലാളികളുടെ പേരിൽ പാവപ്പെട്ട തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ അംശമായി പിരിച്ചെടുത്ത 35 ലക്ഷം രൂപ. ആ 35 ലക്ഷം രൂപയിൽ 35 രൂപ പോലും ആ കുടുംബത്തിൻ്റെ ആശ്രിതർക്ക് കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പത്രസമ്മേളനവും ഈ പ്രക്ഷോഭവും കൊണ്ട് ആ കുടുംബത്തിന് എന്തെങ്കിലും ധനസഹായം കിട്ടിയാൽ ഞങ്ങൾ ചാരിതാർത്ഥ്യമാകും എന്ന് മാത്രമല്ല, ഈ നെറുകേടിന് ഉത്തരവാദികളായിട്ടുള്ള NTUCയുടെ നേതാക്കൾ എന്ന് പറഞ്ഞ് അവരോധിക്കുന്ന ആളുകളുടെ ഈ സ്ഥിതികളെല്ലാം പത്രലോകവും മാധ്യമലോകവും അതോടൊപ്പം പൊതുജനങ്ങളും അറിയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. തീർച്ചയായും നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പൂർണ്ണമായും വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയുള്ളൂ. INTUC സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് INTUC പ്രവർത്തകരുടെയും തൊഴിലാളികളുടെയും പ്രതിഷേധ മാർച്ചും ധർണയും സമ്മേളനവുമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരുപക്ഷെ നിങ്ങൾക്ക് ഒരു പാരഡോക്സായി അല്ലെങ്കിൽ ഒരു വിരോധാഭാസമായി തോന്നാം. കാരണം INTUC സംസ്ഥാന ഓഫീസിലേക്ക് INTUC തൊഴിലാളികളുടെയും പ്രവർത്തകരുടെയും പ്രതിഷേധ മാർച്ച് അത്തരത്തിൽ വളരെ തരംതാണ അത്തരത്തിൽ നെറുകേട് കാണിച്ച് വർഷങ്ങളോളം ഈ കമ്മിറ്റി ഹൈജാക്ക് ചെയ്ത് ഒരു കൂട്ടം ആൾക്കാർ കൈവശം വെച്ചുകൊണ്ട് ഇതിനെ അവസാനമായി ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നേരത്തെ ഇവിടെ നേതാക്കൾ സൂചിപ്പിച്ചതുപോലെ തുച്ഛമായ വിലയ്ക്ക് വിറ്റ് അതും കൈക്കലാക്കി കൊണ്ടുപോകാനുള്ള ഇവരുടെ ഈ നിലപാട് എന്ത് വില കൊടുത്തും ചെറുക്കും എന്ന് ആഹ്വാനം ചെയ്യുന്ന പരിപാടിയാണിത്. ഈ രജിസ്ട്രേഷൻ ആക്ട് ആൻഡ് റൂൾ അനുസരിച്ച് ഈ കെട്ടിടം വാങ്ങിച്ച ഡോക്യുമെന്റും അതുപോലെ തന്നെ കെട്ടിടം വിൽക്കുന്ന ഡോക്യുമെന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. പണിഷബിളാണ്. 8.5 കോടി രൂപ ഒരു ബിൽഡിംഗ് കെട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി പണം പിരിക്കുകയും അത് പൊളിക്കുന്നതിന് വേണ്ടി പണം പിരിക്കുകയും ചെയ്യുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ഒരു ട്രേഡ് യൂണിയൻ മന്ദിരം. അതുപോലെ തന്നെ ഈ 8.5 കോടി രൂപയും 1 കോടി രൂപയും തമ്മിലുള്ള ഡിഫറൻസ് അതിന് സർക്കാർ കേസെടുക്കേണ്ടതാണ്. പണിഷബിൾ ആക്ട് ആൻഡ് റൂൾ അനുസരിച്ച്. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. 500-ലധികം കോടി രൂപ കശുവണ്ടിയിൽ നിന്നും വിഴുങ്ങിയിട്ട് അതുപോലെ തന്നെ കേരളത്തിൽ ഒരു യൂണിയന്റെ ഫണ്ടിൽ നിന്ന് 1.25 കോടി രൂപ അപഹരിച്ച ആളാണ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മുൻ പ്രസിഡന്റ്. അത്രയും വലിയ കടുത്ത അതായത് ധനരംഗത്തുള്ള കുറ്റം ചെയ്ത കറപ്ഷൻ നടത്തിയ ആളിനെ അതിനും കൂടി ശിക്ഷിക്കേണ്ടതാണ്. പക്ഷെ KPCCയൊക്കെ വളരെ മുമ്പേ അറിയിച്ചാണ്. KPCCക്ക് അറിയാവുന്നതാണ്. KPCC നിശബ്ദത പാലിക്കുകയാണ്. അഖിലേന്ത്യാ കമ്മിറ്റി നിശബ്ദത പാലിക്കുകയാണ്. അഖിലേന്ത്യാ ചെയർമാൻ ഇതിനെപ്പറ്റി സൈലന്റ് ആണ്. ചെയർമാനെതിരായിട്ടാണ് കോടതി വിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. ചെയർമാനെതിരും ചന്ദ്രശേഖരനെതിരായിട്ട് കോടതി വിധി വന്നിട്ടുണ്ട്. അത് എന്താണ് അവർ സൈലന്റ് എന്നുള്ളത് ഇറ്റ് ഈസ് അപ് ടു ദം. അഖിലേന്ത്യാ കമ്മിറ്റി എൻക്വയറി കമ്മീഷൻ വെച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിരിക്കുക.
അഖിലേന്ത്യാ പ്രസിഡന്റ്. അത് പുറത്ത് പബ്ലിഷ് ചെയ്താൽ നടപടി എടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് പബ്ലിഷ് ചെയ്തില്ലാത്തതിന്റെ പേരിലാണ് ഞങ്ങളിപ്പം അഖിലേന്ത്യാ പ്രസിഡന്റിനെ പ്രതിയാക്കി ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. പിന്നെ KPCCയോട് നിങ്ങൾ പരാതി പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ നാട്ടിൻപുറത്ത് പറയുന്നത് എന്താണ്, പ്രാദേശികമായി പറയുന്നത്, മോന്റെ പരാതി തരാൻ ചെന്നപ്പോൾ അച്ഛൻ നടന്നു എടുക്കുന്നു, മൂത്രമൊഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ മകൻ നിന്ന് എടുക്കുന്ന പരാതി പറയുന്നപ്പം അച്ഛൻ നടന്നു മൂത്രമൊഴിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. KPCCക്ക് 138 ചലഞ്ചിന് 1.5 കോടി രൂപ പിരിച്ചിട്ട് കൊടുത്തിട്ട് KPCCക്ക് ആ ഫണ്ടിന്റെ കൊടുത്തതിന്റെ കണക്കില്ല, KPCCയിലും കണക്കില്ല. ആ KPCC ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്. 138 ചലഞ്ചിന്റെ പിരിച്ചതിന്റെ കണക്ക് KPCC INTUCയിൽ 1.5 കോടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പരിപാടിയൊക്കെ നിർത്തി ക്ഷമാപണം നടത്താം അവിടെ പോയിട്ട്. അതുകൊണ്ട് പരാതി കൊടുത്തില്ലെന്ന് വെച്ചാൽ പരാതിയെ കൊടുത്തിട്ടുണ്ട്. ആശാസമരത്തിന് എതിരായി നിന്നിട്ട് ഒരു ഷോക്കോസ് കൊടുത്തതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ മൈക്ക് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പോലീസുകാർ അടിച്ച് തകർത്ത സമയത്ത് 1 ലക്ഷം രൂപ KPCC പ്രസിഡന്റ് കൊടുത്തത് പറഞ്ഞപ്പം ഇതേ പ്രസിഡന്റ് പറഞ്ഞത് മറ്റേ പണിക്ക് കൊടുത്തതാണെന്നാ പറഞ്ഞത്. അപ്പോൾ നടപടി എടുക്കാത്തത് ഞങ്ങൾ പരാതി കൊടുക്കാത്തതുകൊണ്ടല്ല, പരാതിയൊക്കെ എല്ലാവരും ഞങ്ങൾ കൃത്യമായ സമയത്ത് അറിയിക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് അറിഞ്ഞുകൂടാ. ആ നടന്ന ഒരു കാര്യം അവരിലാണ് ചേർത്ത് പ്രാവശ്യം സീറ്റ് കൊടുത്തില്ലെന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് അറിയാവുന്നത്. എന്താണ് അതിന്റെ അനന്തര ഫലം എന്നുള്ളതിന് ഭാവിയിൽ നമുക്ക് നോക്കിക്കാണാം. അവരുടെ പരാതിയെ കൊടുത്തിട്ടുണ്ട്. നിയമപരമായി ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിരിക്കല്ലേ, കേസ് ഫയൽ ചെയ്തല്ലോ. പിന്നെ എറണാകുളം മുനിസിപ്പൽ കോർട്ടില 82/2022 ഇദ്ദേഹം പ്രസിഡന്റായി അനൗൺസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 62/2022 തിരുവനന്തപുരം മുനിസിപ്പൽ കോടതിയില്ല ഇലക്ഷൻ നടത്തിയത് വീട്ടിലെ കറപ്ഷൻ മുഴുവൻ വെച്ചുകൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. വസ്തുവായി ബന്ധപ്പെട്ട കേസിന് പരാതി കൊടുക്കാത്തത് ജനങ്ങളുടെ അഭിപ്രായം കൂടെ മാനിച്ച് തൊഴിലാളികൾ പറയട്ടെ എന്ത് ചെയ്യണമെന്ന്. ഞങ്ങൾ മാത്രം കുറച്ച് പേര് നടന്ന് കേസ് കൊടുക്കുന്നതിനേക്കാൾ ഈ മാർച്ചിനകത്ത് പങ്കെടുക്കുന്ന തൊഴിലാളികൾ 400ഓളം സംഘടനകളുമുണ്ട്. അവർ പറയട്ടെ കേസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഏൽപ്പിച്ചാൽ തീർച്ചയായിട്ടും കേസ് കൊടുക്കും. കൂട്ടായിട്ട് ആലോചിച്ച് തൊഴിലാളികളോട് ആലോചിച്ച് നമ്മൾ കേസ് കൊടുക്കും. നിയമപരമായി അത് നമ്മൾ തടയും. അല്ല, ബാക്കിയുള്ള എല്ലാം താൽക്കാലിക ഭാരവാഹികളാണ്. സജീവ് റെഡ്ഡി അംഗീകരിച്ചിട്ടില്ലാത്ത ഒപ്പിട്ട് കൊടുത്തിട്ട് ഇവർ കുറെ ഭാരവാഹികളെ പ്രഖ്യാപിക്കും. അതൊന്നും സജീവ് റെഡ്ഡി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഒപ്പിട്ട് കൊടുക്കാത്ത ഇവർ കുറെ ഭാരവാഹികൾ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് താൽക്കാലിക കമ്മിറ്റിക്ക് നിലവിലുള്ള താൽക്കാലിക കമ്മിറ്റിയാണ് കണ്ടിന്യൂ ചെയ്യാന്നുള്ളത്, അല്ല ഇവർ വെക്കുന്ന പുതിയ ആൾക്കാർക്കല്ല. അപ്പോൾ നിലവിലുള്ള കമ്മിറ്റി തുടരുന്നു എന്നുള്ള പേരിലാണ് ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കി അവരെ ഏൽപ്പിച്ചതിൽ നിന്ന് ഞാനൊന്നും അറിഞ്ഞിട്ടല്ല, സബ് കമ്മിറ്റിയാണ് ഇതൊക്കെ വെക്കുന്നത് എന്നുള്ളൊരു ധാരണ വരുത്തിക്കൊണ്ട് ഇതൊക്കെ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. അതുകൊണ്ടാണല്ലോ ഈ അടുത്ത സമയത്ത് ED റെയ്ഡ് ചെയ്തത്. കണക്കവതരിപ്പിക്കാത്തതിന്റെ പേരിൽ EDയും പിന്നെ ഇൻകം ടാക്സും റെയ്ഡ് നടന്നു. ഈ പ്രാവശ്യം റെയ്ഡ് നടന്ന് അത് രക്ഷപ്പെട്ടത് ഞങ്ങളുടെ സെൻട്രൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഞങ്ങൾ അവിടുത്തെ കണക്ക് ചെയ്യുന്നതിന് നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷന് ചില റിലാക്സേഷൻ കിട്ടുന്ന വിധത്തിലുള്ള അതിനകത്ത് കുറേ നോംസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ നോംസ് ഡൽഹിയിലെ ചാർട്ടേഡ് അക്കൗണ്ട് ഇവിടെ വന്ന് പഠിപ്പിച്ചതിന് ശേഷമാണ് 2 പ്രാവശ്യം നോട്ടീസ് സെർവ് ചെയ്തു. അമിതമായ പണം വന്നത് വേറെ പണമാണ്, കെട്ടിടത്തിന്റെ ഫണ്ടൊന്നുമല്ല. കെട്ടിടത്തിന്റെ ഫണ്ട് ആൾക്കാർ പണമായിട്ട് കൊണ്ടുവരുന്നത് അത് അവിടെ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് കീഴ്വഴക്കം. അങ്ങനെയാണ് മുൻകാലങ്ങളിൽ ക്രെഡിറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ ഈ വരുന്ന പണം അവിടെ ക്രെഡിറ്റ് ചെയ്യത്തില്ല. ഒരാൾക്ക് പോലും ഈ പണം കൊടുത്തതിന് രസീത് കൊടുത്തില്ല. ഒരു താൽക്കാലിക രസീത് കൊടുക്കും. ആ താൽക്കാലിക രസീത് അതിൽ വാലിഡിറ്റി ഇല്ലാത്ത ഒരു സീലടിച്ച് ഇത്ര രൂപ ബിൽഡിംഗ് ഫണ്ട് കളക്ട് ചെയ്തെന്ന് പറയും. അതല്ലാതെ ഔദ്യോഗികമായ റെസിപ്റ്റ് INTUC സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഉണ്ട്. ആ റെസിപ്റ്റ് കൊടുക്കില്ല, താൽക്കാലിക റെസിപ്റ്റ് മാത്രമാണ്. അല്ല, ആ റെസിപ്റ്റ് വെച്ചിട്ടാണ് ഈ പണം കൊടുക്കുന്ന സംഘടനകൾ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അവരുടെ സംഘടന ഓഡിറ്റഡ് ആണ്, ഈ ഇൻഡിവിജ്വൽ സംഘടനകളല്ല. അപ്പോൾ അവർ ഈ പണം കൊടുത്തു എന്ന് കണക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ആ ടെമ്പററി റെസിപ്റ്റ് ഉപയോഗിക്കുമായിരുന്നു. സുപ്രീം കോടതി, ഹൈക്കോടതി 2 പ്രാവശ്യം, കീഴ്ക്കോടതി 1 പ്രാവശ്യം, 5 കോടതികളിൽ സംശയലേശമന്യേ ചന്ദ്രശേഖരൻ കുറ്റം ചെയ്തു എന്ന് വിധിച്ചിട്ട് പിണറായി ഗ്രൂപ്പിലുള്ളിടത്തോളം കാലം ചന്ദ്രശേഖരനെ ശിക്ഷിക്കില്ല എന്നുള്ള വസ്തുത ബുദ്ധിജീവികളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. INTUC പിണറായി ഗ്രൂപ്പിന്റെ നേതാവായ ചന്ദ്രശേഖരന് യാതൊരു അശുദ്ധിയുമില്ല. എത്ര കോടി രൂപ മോഷ്ടിച്ചു? തൊഴിലാളിയുടെ 1.25 കോടി രൂപ മോഷ്ടിച്ചതിന്റെ ഡോക്യുമെന്റ് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷമാണ് കോടതി വിധി ഞങ്ങൾക്ക് തന്നത്. എന്ത് ചെയ്തു? പിണറായി ഗ്രൂപ്പും ഒന്നും ചെയ്തില്ല, ഗവൺമെന്റും ഒന്നും ചെയ്തില്ല. പിന്നെ അതിൽ ആ സംശയങ്ങൾക്കൊന്നും അർത്ഥമില്ല.